ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് പപ്പായ വെച്ചിട്ടൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. പപ്പായ നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണ്. പിന്നെ പപ്പായയിലാണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ദഹനശക്തി നന്നായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പപ്പായ ചെറുതാക്കി നുറുക്കി അത് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ദഹനം വരും. അങ്ങനെ എല്ലാറ്റിനും വളരെ നല്ലതാണ് നമുക്ക് ഈ പപ്പായ. പിന്നെ സ്കിന്നിന് വളരെ നല്ലതാണ്. എന്താ വെച്ചാൽ നമ്മൾ പപ്പായ ഫേഷ്യലൊക്കെ തേക്കാറില്ല, സ്കിന്നിന് വളരെ നല്ലതാണ്. അത്രയും നല്ലതാണ് ഈ പപ്പായ. ആ പപ്പായ വെച്ചിട്ടാണ് ഞാനിന്ന് ഈ പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എന്നാലേ പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ പച്ചടി ഉണ്ടാക്കാനായിട്ട് പിന്നെ പപ്പായ, ഞങ്ങളിവിടെ ഓമക്കായ എന്നാണ് കേട്ടോ പറയാം. പപ്പായ ഞാനിവിടെ ഇതേപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, കുറച്ചിങ്ങനെ വീതിയിലായിട്ടാണ് നമ്മൾ പച്ചടിക്കൊക്കെ കട്ട് ചെയ്ത് വെക്കുക. അത് കുറച്ചൊരു മൂപ്പ് നന്നായിട്ടായിട്ടുള്ള പിന്നെ ഓമക്കായയാണ്. അപ്പൊ നമുക്ക് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. പച്ച പപ്പായ വെച്ചുണ്ടാക്കുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ്, ഇത് ഒന്നും കൂടി ഒരു വേറെ ടേസ്റ്റ്. പിന്നെ നമുക്ക് കുറച്ചൊരു പഴുത്ത നല്ലതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാം. അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകളായിട്ട് വരും. അപ്പൊ ഞാനിന്ന് ഇത്രയും ഇതായിട്ടുള്ള ഒരു പപ്പായയുടെ ഒരു പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെയാണ് നുറുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത്, ഞാനൊരു അരമുറി നാളികേരം ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം കേട്ടോ. അപ്പൊ ഞാനൊരു 8-9 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്ര എടുത്ത് നമുക്കിതിലേക്കൊന്ന് അരയ്ക്കാനും ആവാം. പിന്നെ നമുക്കിതിൽ 2 കഷ്ണം നുറുക്കിയിടുകയും ചെയ്യാം. പിന്നെ കറിവേപ്പിൻ്റെ ഇല, ഇത് നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല തന്നെയാണ്. പിന്നെ വറ്റൽമുളക് വേണം നമുക്ക് വറവിടാനായിട്ട്. പിന്നെ കടുക് നമുക്ക് വറവിടാനും വേണം, അരയ്ക്കാനും വേണം. രണ്ടിനും നമുക്ക് കടുക് വേണം. പിന്നെ അത്യാവശ്യത്തിന് നമുക്ക് പാകത്തിന് വേണ്ട തൈര്, പിന്നെ നമ്മുടെ ഉപ്പ് വേണം, വെളിച്ചെണ്ണയും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പച്ചടി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു മണ്ണിന്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്നും കൂടി ചൂടായി വരട്ടെ. നമ്മളുടെ വെള്ളം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഓമക്കായ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇടുന്നത്. ഞാൻ കല്ലുപ്പാണ് പിന്നെ പാചകം ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കാറ്. പിന്നെ നമ്മൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കിയ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിന് മാത്രമേ പൊടിയുപ്പ് ഉപയോഗിക്കാറുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം. വെള്ളം ഇത്രയും മതി, കുറച്ചും കൂടി ഒഴിക്കാം. പിന്നെ ഇനിയിപ്പോൾ വെള്ളം ഇതിൽ ഇറങ്ങി വരും ചെയ്യൂല. പിന്നെ കുറച്ചൊരു മൂത്തിട്ടുള്ള ഓമക്കായ ഉള്ള, അപ്പൊ ഇത്രയും വെള്ളം മതി നമുക്ക്. ഇതൊന്നും കൂടി വെന്ത് വരട്ടെ. ഓമക്കായ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ നാളികേരം അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഈ നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇടണ്ട കേട്ടോ ഇപ്പം തന്നെ. എന്താണെന്നുണ്ടെങ്കിൽ പിന്നെ കടുക് നമുക്ക് പെട്ടെന്ന് നല്ലോണം അരയുണ്ടല്ലോ, ഒന്നും ഇങ്ങോട്ട് പൊടിയേ വേണ്ടു. അപ്പം കടുക് നമുക്ക് പിന്നെ ഇട്ടാൽ മതി. അപ്പം ഇതും പിന്നെന്താ പറയുക, കറിവേപ്പിൻ്റെ ഇലയും കൂട്ടി നമുക്ക് ഒന്നും ഇങ്ങോട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത് വരാം. ഞാനിപ്പോൾ അത് നന്നായിട്ട് നല്ല മഷി പോലെ അരഞ്ഞ് വരണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കടുകിടാം. കടുക് പിന്നെ ഒന്നും കൂടി പൊട്ടി വരിക വേണ്ടു. അപ്പം അതുകൊണ്ടാണ് കടുക് വൈകി ഇടുന്നത്. അപ്പം ഈ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കുക. കണ്ടില്ല, വെള്ളമൊക്കെ നല്ല പാകമായിട്ടുണ്ട്. നന്നായി പെട്ടെന്ന് വേവും ചെയ്യും. എന്താണെന്നുണ്ടെങ്കിൽ
ഒന്നും കൂടെ ഉള്ള ഒന്നും കൂടെ ആയതല്ല. എന്നാൽ പഴുത്തൊന്നും പറയാൻ വയ്യ, പച്ചാന്നും പറയാൻ വയ്യ, അങ്ങനത്തെ ഒരു ടൈപ്പാണിത്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം നമ്മൾ അരച്ച് വെച്ചിട്ടില്ല, അത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനതിൽ ഈ പാത്രത്തിലേക്ക് ഒരു ലേശം ഇത് മോരാണ് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഞാനിങ്ങോട്ട് എടുക്കുന്നുണ്ട്. പച്ചമുളക് കൂടി ഇട്ടിട്ട് അരച്ചതാണ് കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നൊരു ചെറുതാൾ അങ്ങോട്ട് വരട്ടെ. പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എത്ര കൊണ്ട് നമുക്ക് എരിവ് വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കണം. ഒന്ന് അങ്ങോട്ട് ഒരു ചെറുതാൾ അങ്ങോട്ട് വന്നോട്ടെ. എരിവും ഉപ്പൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. എരിവൊക്കെ നല്ല പാകത്തിനുണ്ട്. നമുക്കൊരു കുറച്ചും കൂടി ഉപ്പിടാം. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ, ഞാൻ ഈ തൈര് പറഞ്ഞില്ല, അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇവിടെ വാങ്ങി വയ്ക്കാം. തൈര് ഒഴിച്ചാൽ പിന്നെ വല്ലാതെ ഇങ്ങോട്ട് ആവണ്ട. കണ്ടില്ലേ? ഇനി നമുക്കിങ്ങോട്ട് വാങ്ങി വയ്ക്കാം. ഇതേപോലെ മതി. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീരച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ വറ്റൽമുളക്, അതേപോലെ കറിവേപ്പില. നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പപ്പായ പച്ചടി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഒന്ന് ഷെയർ ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.